പ്രിയമുള്ളവരെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് കരുനാഗപ്പള്ളി ആലുംകടവിൽ തുടങ്ങിയ 3 തലമുറ പിന്നിട്ട് വരുന്ന സോമൻപിള്ള ചേട്ടന്റെ കടയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ 3 തലമുറ പിന്നിടുമ്പോഴും ഇവിടുത്തെ സ്വാദിനും ഇവിടുത്തെ വിഭവങ്ങൾക്കൊന്നും ഒരു രീതിയിലും കോട്ടം വരാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങളാണ് ഇവിടെ നമുക്ക് അവരൊരുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഏത് നാട്ടുകാരായാലും ഏത് നാട്ടിൽ പോയാലും അവിടുത്തെ തനത് വിഭവങ്ങൾ അന്വേഷിച്ച് അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല. അങ്ങനെ കരുനാഗപ്പള്ളിയുടെ തനത് വിഭവം അന്വേഷിക്കുമ്പോഴാണ് സോമൻപിള്ള ചേട്ടൻ്റെ കടയെപ്പറ്റി അറിയാൻ സാധിച്ചത്. ഇവിടുത്തെ പ്രധാനി പഴംപൊരിയും ബീഫും, അതിനുള്ള പ്രിപ്പറേഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പാചകം ചെയ്യുന്നത് പോലും പഴമയുടെ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള പഴയകാല വിറകടുപ്പിൽ തന്നെയാണ്. ഈ പഴംപൊരി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും ഒക്കെ പാചകം ചെയ്യുന്നത് ഈ ഒരു പഴയ രീതിയിൽ തന്നെയാണ്. ബീഫ് കറി നല്ല കുറുകി സെറ്റായിട്ടിരിക്കും അല്ലേ? നമ്മളൊക്കെ നല്ല മൊരിഞ്ഞ പഴംപൊരിയും പോത്തിറച്ചിക്കറിയൊക്കെ കിട്ടുന്ന നല്ല സ്പോട്ടുകൾ നോക്കി ആലപ്പുഴയും കോഴിക്കോടും മലപ്പുറം ഒക്കെ പോകാറുണ്ട്. ഇനി എവിടെയും പോകണ്ട, നമ്മുടെ കരുനാഗപ്പള്ളി ആലുംകടവിലെ സോമൻപിള്ള ചേട്ടൻ്റെ കടയിൽ നല്ല സൂപ്പർ കിഡിലൻ പോത്തിറച്ചി ബീഫ് കോംബോ ലഭ്യമാണ്. തലമുറ കൈമാറി വന്ന് 1957 ജനിച്ച സോമൻപിള്ള ചേട്ടൻ എന്ന 3ാം തലമുറക്കാരൻ്റെ സ്വാദിഷ്ട വിഭവങ്ങളുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ശശിധരൻ. ശശിധരൻ. ഞാൻ അമൃത്സറിലാണ്. ഇവിടെ എത്ര നാളായിട്ട് വരുന്നുണ്ട്? ഇപ്പം ഒരു 8 വർഷം കൊണ്ട്. 8 വർഷം കൊണ്ട് നമ്മൾ ഈ കടയിലെ സ്ഥിരം കസ്റ്റമറാണ്. അതെ അതെ. എങ്ങോട്ട് ഇവിടുത്തെ ഫുഡ്? അടിപൊളി. 8 വർഷം കൊണ്ട് നമുക്ക് വിട്ടുപിരിയാൻ പറ്റാത്ത രസമായി പോയില്ലേ? അതെ അതെ അതെ. അത് സ്വാദിലായാലും സോമൻപിള്ള ചേട്ടനായിട്ടായിരുന്നു അല്ലേ? നമ്മൾ പഴംപൊരിയും ബീഫൊക്കെ ഓർഡർ ചെയ്ത് നമുക്ക് ഇവിടുത്തെ അമ്മ നമുക്ക് പഴംപൊരിയും ബീഫും കൊണ്ട് തരികയാണ്. പഴംപൊരിയും ബീഫ് കറിയും നമുക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ചൂട് പഴംപൊരി നമ്മുടെ ഈ ബീഫ് കറിയിൽ ഇങ്ങനെ മുക്കി എടുത്തിട്ട് നമ്മുടെ ആ ബീഫ് ഫ്രൈ ഇങ്ങനെ ചേർത്ത് നിർത്തി ഇങ്ങനെ പിടിച്ച പൊള്ളിയാണ്. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. സൂപ്പറായിട്ടാണ്. ഇവിടെ പൊറോട്ട, അരിപ്പത്തിരി, ചപ്പാത്തി അങ്ങനെ വേണ്ട എല്ലാ വിഭവങ്ങളും ഉണ്ടെങ്കിലും ഞാനിവിടെ വന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഈ പഴംപൊരിയും ബീഫ് കറിയും, അതുപോലെ ഈ പഴംപൊരിയും ബീഫ് ഫ്രൈ ആയിട്ടുള്ള കോമ്പിനേഷൻ ഒരു രക്ഷയില്ല, സൂപ്പറാണ്. അപ്പോൾ ഈ ഹോട്ടലിന് ഹോട്ടൽ ചെമ്പഴന്തി എന്നൊരു പേര് ഈ പുതിയ തലമുറ കൊടുത്തിട്ടുണ്ട്. എങ്കിലും പുറമേ സോമൻപിള്ള ചേട്ടൻ്റെ കട എന്ന് പറഞ്ഞാലേ ഇത് അറിയപ്പെടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സോമൻപിള്ള ചേട്ടനെ ഇവിടെ ഇങ്ങനെ പൊരിച്ച് മാറ്റുന്ന തിരക്കില്ല. അച്ചപ്പം പൊരിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ ചേട്ടാ തിരക്കിലാണോ? തിരക്കൊന്നുമില്ല, ഇതെങ്ങനെ നമുക്ക് ഓർഡർ അനുസരിച്ചുള്ള ആണല്ലേ? അപ്പൊ എല്ലാ ദിവസവും ഓർഡർ ഉണ്ടാവാറുണ്ടോ? ഓർഡർ ആയതുകൊണ്ട് ഇത്രയും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലാത്തപ്പോ നമ്മൾ ഇത്രയും ഉണ്ടാക്കാറില്ല. ഇല്ല, നമ്മുടെ ഇവിടുത്തെ ഫേവറേറ്റ് ഐറ്റം. ഞാനിപ്പോ ഇവിടുന്ന് ആഹാരം കഴിച്ചു. അപ്പൊ എനിക്ക് പഴംപൊരിയും ബീഫും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ ഐറ്റമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന പഴംപൊരിയും ബീഫും ആണല്ലേ? അപ്പൊ നമുക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പഴംപൊരിയും ബീഫും തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള ഐറ്റം. അപ്പോൾ ഇവിടെ പഴംപൊരിയും ബീഫും പൊറോട്ടയും ബീഫും ഇതാണ് ഞാൻ ട്രൈ ചെയ്തത്. രണ്ടും അടിപൊളിയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത്രയും പഴംപൊരി ഞാൻ തിന്നാറാണ്? അല്ല, ഇത് വരുന്നവർക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കരുനാഗപ്പള്ളി ഭാഗത്തുള്ളവർ ഈ ആലുംകടവിലെ ഹോട്ടലിൽ ഒരു തവണയെങ്കിലും വന്ന് ഇവിടുത്തെ പഴംപൊരിയും ബീഫും അതൊന്ന് ട്രൈ ചെയ്യാനുള്ളതല്ല. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് നമ്മൾ കരുനാഗപ്പള്ളി ആലുംകടവിലേക്ക് പോകുമ്പോൾ ആലുംകടവ് ജംഗ്ഷൻ എത്തുന്നതിന് 100 മീറ്റർ പോലെ, ഏകദേശം 100 മീറ്ററിനകത്ത് തന്നെ ബാക്ക് സൈഡിലായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഷോപ്പാണ്. ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് ബോർഡും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ ഒരു രീതിയിൽ ഇതാണ് നമ്മുടെ ഈ ഒരു കടയുടെ ആംബിയൻസ് എന്ന് പറയുന്നത്.